അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ശാന്തതയെ കീറിമുറിച്ചുകൊണ്ട് MV ഹോണ്ടിയസ് എന്ന ആഡംബര കപ്പലിൽ നിന്ന് പുറത്തുവന്ന വാർത്തകൾ ലോകത്തെ മറ്റൊരു ആരോഗ്യ അടിയന്തരാവസ്ഥയുടെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. വിനോദസഞ്ചാരത്തിനായി ഇറങ്ങിത്തിരിച്ച 3 യാത്രക്കാർ അപ്രതീക്ഷിതമായി മരണത്തിന് കീഴടങ്ങിയതും അതിന് പിന്നിൽ ഹാൻഡ് വൈറസ് എന്ന നിശബ്ദ കൊലയാളിയാണെന്ന സംശയം ആഗോള ആരോഗ്യ മണ്ഡലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. കൊറോണയ്ക്ക് ശേഷം ലോകം പകർച്ചവ്യാധികളെ എത്രത്തോളം ഭയപ്പെടുന്നു എന്നതിന്റെ തെളിവാണ് കേപ്പ് വെർഡെ തീരത്ത് നങ്കൂരമിട്ടിരിക്കുന്ന ഈ കപ്പലിന് ചുറ്റുമുള്ള ജാഗ്രത. മനുഷ്യരാശി നേരിടുന്ന വെല്ലുവിളികളിൽ ഏറ്റവും ഭീകരമായത് പലപ്പോഴും കണ്ണിൽ കാണാത്ത സൂക്ഷ്മജീവികളാണ്. അർജന്റീനയിലെ മനോഹരമായ ഉഷുവായ തുറമുഖത്ത് നിന്നും യാത്ര തിരിച്ച് MV ഹോണ്ടിയസ് എന്ന കപ്പലിൽ സംഭവിച്ചത് അത്തരത്തിലൊരു ദുരന്തമാണ്. ആധുനിക സൗകര്യങ്ങളുള്ള ഒരു കപ്പലിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾക്കിടയിലേക്ക് ഹാൻഡ് വൈറസ് എങ്ങനെ കടന്നുകൂടി എന്നത് ശാസ്ത്രലോകത്തെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. എലികളിലൂടെയും മറ്റും കരണ്ട് തീനികളിലൂടെയും പടരുന്ന ഒരു കൂട്ടം വൈറസുകളെയാണ് ഹാൻഡ് വൈറസ് എന്ന് വിളിക്കുന്നത്. 1950കളിൽ കൊറിയൻ യുദ്ധകാലത്താണ് ഈ വൈറസിനെ ആദ്യമായി തിരിച്ചറിയുന്നത്. തെക്കൻ കൊറിയയിലെ ഹാൻഡൺ നദിയുടെ തീരത്ത് വിന്യസിച്ചിരുന്ന സൈനികരിൽ കണ്ടുവന്ന ഒരു പ്രത്യേകതരം പനിയെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് ഈ വൈറസിനെ കണ്ടെത്തുന്നത്. അന്നു മുതൽ ഈ വൈറസ് ഹാൻഡ് വൈറസ് എന്നറിയപ്പെട്ടു. സാധാരണഗതിയിൽ വന്യമായ എലികളിലാണ് ഈ വൈറസ് കാണപ്പെടുന്നത്. ഈ വൈറസ് വഹിക്കുന്ന എലികൾക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാകാറില്ല. എന്നാൽ അവയുടെ സ്രവങ്ങൾ മനുഷ്യരിൽ എത്തുമ്പോൾ അത് മാരകമായ രോഗാവസ്ഥയായി മാറുന്നു. ഇതിനെ പ്രധാനമായും 2 വിഭാഗങ്ങളായി തിരിക്കാം. HFRS ഇത് പ്രധാനമായും യൂറോപ്പിലും ഏഷ്യയിലുമാണ് കണ്ടുവരുന്നത്. ആന്തരിക രക്തസ്രാവവും വൃക്കകളുടെ തകരാറുമാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. HPS എന്നത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ കണ്ടുവരുന്ന വകഭേദമാണിത്. ഇത് ശ്വാസകോശത്തെ നേരിട്ട് ബാധിക്കുന്നു. കപ്പലിലെ യാത്രക്കാർ അർജന്റീനയിൽ നിന്നാണ് യാത്ര തുടങ്ങിയത് എന്നതിനാൽ ഇതിൽ ഏത് വകഭേദമാണ് ബാധിച്ചതെന്ന് കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് വിദഗ്ധർ. ഹാൻഡ് വൈറസ് പടരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് പ്രതിരോധത്തിന് ഏറ്റവും പ്രധാനമാണ്. ഇത് സാധാരണ പനി പടരുന്നത് പോലെയല്ല. എയറോസൈലൈസേഷൻ വൈറസ് ബാധിച്ച എലികളുടെ മൂത്രം, മലം, ഉമിനീർ എന്നിവ ഉണങ്ങി പൊടിയായി മാറുമ്പോൾ ആ പൊടിപടലങ്ങൾ വായുവിൽ കലരുന്നു. മനുഷ്യർ ഈ വായു ശ്വസിക്കുമ്പോഴാണ് വൈറസ് ശ്വാസകോശത്തിലേക്ക് എത്തുന്നത്. അടച്ചിട്ട മുറികൾ, കപ്പലുകളിലെ ക്യാബിനുകൾ, വായു സഞ്ചാരം കുറഞ്ഞ ഇടങ്ങൾ എന്നിവിടങ്ങളിൽ ഇത്തരം വ്യാപനത്തിന് സാധ്യത കൂടുതലാണ്. എലികളുടെ കാഷ്ടത്തിലോ മൂത്രത്തിലോ സ്പർശിച്ച ശേഷം കൈകൾ കഴുകാതെ മുഖത്തോ കണ്ണിലോ തൊടുന്നത് വഴി വൈറസ് ശരീരത്തിനകത്തെത്താം. അപൂർവമായി രോഗബാധയുള്ള എലികൾ കടിക്കുന്നത് വഴിയും രോഗം പകരാം. മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് ഹാൻഡ് വൈറസ് സാധാരണയായി പകരാറില്ല എന്നതും ആശ്വാസകരമാണ്. എങ്കിലും തെക്കേ അമേരിക്കയിലെ ആൻഡസ് സ്ട്രെയിൻ എന്ന വകഭേദം അടുത്ത സമ്പർക്കത്തിലൂടെ മനുഷ്യരിലേക്ക് പകരുമെന്ന് മുമ്പ് ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കപ്പലിൽ പടർന്നത് ഈ വകഭേദമാണോ എന്ന ആശങ്ക നിലനിൽക്കുന്നതിനാലാണ് കേപ്പ് വെർഡെ അധികൃതർ കപ്പലിനെ ക്വാറന്റൈൻ ചെയ്തിരിക്കുന്നത്. ഹാൻഡ് വൈറസ് ബാധിച്ചാൽ ഉടൻ ലക്ഷണങ്ങൾ പ്രകടമാകണമെന്നില്ല. 1 മുതൽ 8 ആഴ്ചകൾ വരെ ഇതിന്റെ ഇൻക്യുബേഷൻ കാലയളവ് നീളും. ലക്ഷണങ്ങളെ 2 ഘട്ടങ്ങളായും തിരിക്കാം. ആദ്യഘട്ടം ഇത് സാധാരണ ഇൻഫ്ലുവൻസയ്ക്ക് സമാനമാണ്. കടുത്ത പനിയും വിറയലും, പേശിവേദന, കടുത്ത തലവേദനയും ക്ഷീണവും, ഛർദിയും വയറുവേദനയും. 2ാം ഘട്ടം രോഗം ബാധിച്ച് 4 മുതൽ 10 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ ഗൗരവകരമാകും. കടുത്ത ശ്വാസം മുട്ടൽ, രക്തസമ്മർദ്ദം കുറയുക, വൃക്കകളുടെ പ്രവർത്തനം നിലയ്ക്കുക. ഈ ഘട്ടത്തിൽ എത്തുന്ന രോഗികളിൽ മരണസാധ്യത 40% വരെയാണെന്നാണ് ഈ വൈറസിനെ അതീവ അപകടകാരിയാക്കുന്നത്. 149 യാത്രക്കാരുമായി പുറപ്പെട്ട ആഡംബര കപ്പലിൽ 3 മരണങ്ങൾ സംഭവിച്ചത് ലോകാരോഗ്യ സംഘടന ഗൗരവകരമായാണ് കാണുന്നത്. കപ്പൽ യാത്രക്കിടയിൽ സാംക്രമിക രോഗങ്ങൾ പടരുന്നത് പുതിയ കാര്യമല്ലെങ്കിലും ഹാൻഡ് വൈറസ് റിപ്പോർട്ട് ചെയ്യുന്നത് അപൂർവമാണ്. കപ്പലിലെ ഭക്ഷണശാലയിലോ വെന്റിലേഷൻ സംവിധാനത്തിലോ എലികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നോ എന്നാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. കെബയുടെ തലസ്ഥാനത്തു സമീപവും നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലിനെ 17 അമേരിക്കൻ പൗരന്മാരുടെ സുരക്ഷയ്ക്കായി US നയതന്ത്ര വിഭാഗം ഇടപെടുന്നുണ്ട്. രോഗം സ്ഥിരീകരിച്ചവർക്ക് ഐസൊലേഷൻ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെങ്കിലും കൃത്യമായ ചികിത്സാ സൗകര്യം കപ്പലിൽ ലഭ്യമല്ല എന്നത് വലിയ വെല്ലുവിളിയാണ്. ഹാൻഡ് വൈറസ് നിലവിൽ പ്രത്യേക വാക്സിനുകളോ മരുന്നുകളോ ലഭ്യമല്ല. എങ്കിലും രോഗലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ചികിത്സ നൽകിയാൽ ജീവൻ രക്ഷിക്കാനാകും. ശ്വാസം മുട്ടൽ അനുഭവപ്പെടുമ്പോൾ വെന്റിലേറ്റർ സഹായം നൽകുക. ശരീരത്തിലെ നിർജ്ജലീകരണം തടയാനും വൃക്കകളുടെ ആരോഗ്യം നിലനിർത്താനും ഇത് സഹായിക്കും. എലികളെ പൂർണ്ണമായും അകറ്റി നിർത്തുക എന്നതാണ് ഏക പ്രതിരോധ മാർഗം. എലികളിൽ നിന്നും സ്വയം സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ തേടണം. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. ഭക്ഷണാവശിഷ്ടങ്ങൾ അലക്ഷ്യമായി ഉപേക്ഷിക്കരുത്. എലിക്കാഷ്ടം കാണുന്ന സ്ഥലങ്ങൾ വൃത്തിയാക്കുമ്പോൾ മാസ്കും കയ്യുറകളും ഉപയോഗിക്കുക. ബ്ലീച്ചിങ് പൗഡറോ ശക്തമായ അണുനശീകരണങ്ങളോ ഉപയോഗിച്ച് ഇത്തരം സ്ഥലങ്ങൾ കഴുകുക. ഈ സംഭവം അന്താരാഷ്ട്ര ക്രൂയിസ് ടൂറിസം മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ്. കഴിഞ്ഞ വർഷം ഹോളിവുഡ് താരം ജീൻ ഹാക്മന്റെ ഭാര്യ ഹാൻഡ് വൈറസ് ബാധിച്ച് മരിച്ചത് വലിയ വാർത്തയായിരുന്നു. ഇപ്പോൾ ഒരു യാത്രാ കപ്പലിൽ ഇത് റിപ്പോർട്ട് ചെയ്തതോടെ തുറമുഖങ്ങളിലെ ശുചിത്വ പരിശോധനകളും കപ്പലുകളുടെ ക്വാറന്റൈൻ നിയമങ്ങളും കൂടുതൽ കർശനമാക്കാനുള്ള സാധ്യതയുമുണ്ട്.
ഹാൻഡ് വൈറസ് ഭീതി പടർത്തുമ്പോൾ നാം ഓർക്കേണ്ട പ്രധാന കാര്യം ഇത് കോവിഡ് പോലെ അതിവേഗം വായുവിലൂടെ പടരുന്ന ഒരു മഹാമാരി അല്ല എന്നതാണ്. എലികളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുന്നതിലൂടെ ഈ രോഗത്തെ 100% തടയാൻ സാധിക്കും. MV ഹോണ്ടിയസിലെ യാത്രക്കാരുടെ ആരോഗ്യനില മെച്ചപ്പെടുമെന്നും വൈറസ് വകഭേദത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഉടൻ ലഭ്യമാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. പൊതുജനങ്ങൾ ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ലെങ്കിലും ശുചിത്വ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക. പ്രതിരോധമാണ് ചികിത്സയേക്കാൾ നല്ലതെന്ന ആപ്തവാക്യം ഹാൻഡ് വൈറസിന്റെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ആഫ്രിക്കൻ തീരത്തുള്ള കപ്പലിലെ ഓരോ യാത്രക്കാരന്റെയും ജീവൻ രക്ഷിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ട സമയമാണിത്.